എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് ലോകം ഇന്നേ വരെ സാക്ഷ്യം വഹിക്കാത്ത അത്യുഗ്രൻ കൂട്ടക്കുരുതിക്കാണ് 2026 മെൻസ് T20 ലോകകപ്പ് ഫൈനൽ വേദി സാക്ഷ്യം വഹിച്ചത്. കിവികളുടെ ചിറകരിഞ്ഞ് അവരെ അക്ഷരാർത്ഥത്തിൽ നാണം കെടുത്തിക്കൊണ്ട് ഇന്ത്യൻ യുവനിര ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയിരിക്കുന്ന ആവേശകരമായ കാഴ്ചയാണ് നാം കണ്ടത്. എതിരാളികൾക്ക് ഒരിറ്റ ശ്വാസം വിടാൻ പോലും അവസരം നൽകാതെ ബാറ്റിംഗിലും ബൌളിംഗിലും ഒരുപോലെ തീമഴ പെയ്ച്ചാണ് ടീം ഇന്ത്യ വിശ്വവിജയികളായത്. മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇന്ത്യൻ ബാറ്റർമാർ കിവീസ് ബൌളർമാരുടെ മേൽ കുതിര കയറുകയായിരുന്നു. ഓപ്പണർമാരായ മലയാളി താരം സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ചേർന്നു തുടങ്ങിയ വെടിക്കെറ്റ് പവർ പ്ലേ ഓവറുകളിൽ തന്നെ ന്യൂസിലൻഡിന്റെ നട്ടെല്ലൊടിച്ചു. എന്നാൽ ആ തുടങ്ങിവെച്ച വിനാശം അതിന്റെ കൊടുമുടിയിലെത്തിച്ചത് സഞ്ജു സാംസൺ ഒരു കൊടുങ്കാറ്റുപോലെ നിറഞ്ഞു വീന്നപ്പോഴാണ്. സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് തെറിച്ച ഓരോ പന്തും സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരകളിലേക്കാണ് പറന്നത്. സഞ്ജുവിനെ എങ്ങനെ പുറത്താക്കണമെന്നറിയാതെ ന്യൂസിലൻഡ് ക്യാപ്റ്റൻ തലയിൽ കൈവച്ച് നിൽക്കുന്ന ദയനീയ കാഴ്ചയായിരുന്നു ഫൈനലിലേത്. പടുകൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ കിവീസ് ബാറ്റ്സ്മാൻമാർ ഇന്ത്യൻ ബൌളിംഗ് തീക്കാറ്റിനു മുന്നിൽ കരിയില പോലെ പറന്നുപോവുകയും ചെയ്തു. എന്നാൽ ഈ ചരിത്ര വിജയത്തിനു ശേഷം വർണ്ണാഭമായ വെടിക്കെട്ടുകളുടെയും ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹർഷാരവങ്ങളുടെയും നടുവിൽ നിന്ന് ലോകകപ്പ് ട്രോഫി നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറഞ്ഞ വാക്കുകൾ ഓരോ ക്രിക്കറ്റ് ആരാധകനെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. ആവേശവും ആനന്ദ കണ്ണീരും കലർന്ന ശബ്ദത്തിൽ സ്കൈ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു, "എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്റെ നെഞ്ചെടുപ്പ് ഇപ്പോഴും സാധാരണ നിലയിലായിട്ടില്ല. ഇതൊരു വെറും വിജയമല്ല, ലോക ക്രിക്കറ്റിനുള്ള ഞങ്ങളുടെ വ്യക്തമായ മുന്നറിയിപ്പാണ്. ഇന്ന് നമ്മുടെ പിള്ളേർ കളിച്ച കളി കണ്ട് എനിക്ക് തന്നെ ഭയം തോന്നിപ്പോയി. അഭിഷേകും സഞ്ജുവും ക്രീസിലെത്തിയപ്പോൾ അതൊരു ക്രിക്കറ്റ് മത്സരമായിരുന്നില്ല, മറിച്ച് ന്യൂസിലൻഡ് ബൌളർമാരെ വെച്ചുള്ള ഒരു വേട്ടയാടലായിരുന്നു. അവർ അടിച്ച ഓരോ ഷോട്ടും കിവീസ് താരങ്ങളുടെ ആത്മവിശ്വാസത്തെയാണ് തകർത്തത്. അതുപോലെ തന്നെ നമ്മുടെ ബൌളർമാർ, അവർ വെറും പന്തെറിയുകയായിരുന്നില്ല, മറിച്ച് കിവീസിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു. ബുംറയും സംഘവും ഗ്രൗണ്ടിൽ വിശന്ന് വലഞ്ഞ സിംഹങ്ങളെപ്പോലെയാണ് ഇരപിടിച്ചത്." തന്റെ പ്രസംഗത്തിനിടെ സഞ്ജു സാംസണെക്കുറിച്ച് പറയാനെത്തിയപ്പോൾ സൂര്യകുമാറിന്റെ വാക്കുകളിൽ വല്ലാത്തൊരു ആവേശം നിറഞ്ഞു നിന്നിരുന്നു. "പിന്നെ സഞ്ജു, എന്റെ പൊന്നോ, അവൻ ഇന്ന് മനുഷ്യനെ പോലെയല്ല കളിച്ചത്. ഞാൻ സഞ്ജുവിനോട് ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഒന്നു മാത്രമാണ് പറഞ്ഞത്, പോയി നിന്റെ ഇഷ്ടത്തിന് ബാറ്റ് വീശുക. അവനത് അക്ഷരം പ്രതി അനുസരിച്ചു. കിവീസ് ബൌളർമാരെ അവൻ ഒറ്റയ്ക്ക് പഞ്ഞിക്കിട്ടു. ഈ ടൂർണമെന്റിന്റെ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ തീർത്തും പുറത്തായെന്ന് തന്നെ ഞാൻ കരുതിയിരുന്നു. അതൊരു വല്ലാത്ത പ്രതിസന്ധി ഘട്ടമായിരുന്നു. മുന്നോട്ട് യാതൊരു വഴിയും കാണാത്ത സമയം. ആ നിർണായക സമയത്ത് അവസാന പിടിവള്ളം എന്നോണം ഒരു പരീക്ഷണം പോലെയാണ് ഞങ്ങൾ സഞ്ജുവിനെ കളത്തിലിറക്കാൻ തീരുമാനിച്ചത്. എന്നാൽ അവൻ നൽകിയ മറുപടി എന്നെപ്പോലും അമ്പരപ്പിച്ചു കളഞ്ഞു. സത്യം പറഞ്ഞാൽ അവൻ തന്നെയാണ് ഈ കളിയുടെ യഥാർത്ഥ രാജാവ്. കഴിഞ്ഞ 3 നിർണായക മത്സരങ്ങളിലും അവന്റേത് മാത്രമായ ഒരു അവിശ്വസനീയ വൺ മാൻ ഷോ ആണ് ഈ ലോകം കണ്ടത്. മറ്റാർക്കും അവിടെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അവൻ ഒറ്റയ്ക്ക് ഈ ടീമിനെ ഫൈനലിലേക്ക് ചുമലിലേറ്റുകയായിരുന്നു. ഇതൊരു പരസ്യമായ കുറ്റസമ്മതം കൂടിയാണ്. മുൻപൊരു പ്രസ് മീറ്റിൽ വെച്ച് അഭിഷേക് ശർമ്മയോ തിലക് വർമ്മയോ ഫോമിലായിരിക്കെ എന്തിന് സഞ്ജുവിനെ എന്ന് ഞാൻ തന്നെ ചോദിച്ചിരുന്നു. അതെന്റെ ഭാഗത്തു നിന്നുണ്ടായ എത്ര വലിയൊരു മണ്ടത്തരമായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു. എന്റെ ആ വാക്കുകൾ ഞാൻ ഓൾറെഡി പിൻവലിച്ചിരുന്നു. അവന്റെ ആ മാന്ത്രിക പ്രകടനത്തിന് മുന്നിൽ ഞാൻ തലകുനിക്കുന്നു. അവന്റെ അപാരമായ കഴിവിനെ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. എത്ര വിസ്മയിപ്പിക്കുന്നൊരു മനുഷ്യനാണവൻ." സഞ്ജു അടിച്ചുകൂട്ടിയ ആ സിക്സറുകൾ കണ്ടപ്പോൾ കിവീസ് ബൌളർമാരുടെ കണ്ണുകളിലെ ഭയം ഞാൻ നേരിക്ക് കണ്ടതാണ്. ഇങ്ങനെ സൂര്യകുമാറിന്റെ ഈ വാക്കുകൾ കേട്ട് സ്റ്റേഡിയം ഒന്നടങ്കം ഇളകിമറിയുകയായിരുന്നു. ഒരു ക്യാപ്റ്റൻ തന്റെ സഹതാരത്തെക്കുറിച്ച് നടത്തുന്ന ഏറ്റവും മഹത്തായ തുറന്നുപറച്ചിലുകളിൽ ഒന്നായി ഇത് ക്രിക്കറ്റ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. ഇന്ത്യ ഒട്ടാകെ ഇപ്പോൾ ഉത്സവലഹരിയിലാണ്. ഒരു ഫൈനൽ മത്സരത്തിൽ ഇത്രയും ആധികാരികമായൊരു ആധിപത്യം ഇന്ത്യ ഇതിനു മുൻപ് പുലർത്തിയിട്ടുണ്ടോ എന്നത് സംശയമാണ്. ഈ അവിസ്മരണീയ വിജയത്തോടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ലോകത്തിനു മുന്നിൽ അജേയരായ ഒരു ശക്തിയായി മാറിയിരിക്കുകയാണ്. ഭയമെന്ന വികാരം തെല്ലുമില്ലാത്ത ഏതൊരു എതിരാളിയുടെയും ഉറക്കം കെടുത്തുന്ന ഒരു പേടി സ്വപ്നമായി ഇന്ത്യ മാറി. ലോകത്തെ മറ്റൊരു ടീമിനും ഇനി ഇന്ത്യയെ തോൽപ്പിക്കാമെന്ന് സ്വപ്നം കാണാൻ പോലുമാകില്ല. ഇത് വെറുമൊരു ക്രിക്കറ്റ് ടീമല്ല, മറിച്ച് എതിരാളികളെ അപ്പാടെ വിഴുങ്ങാൻ പോന്ന ഒരു കൊടുങ്കാറ്റാണ്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി ഈ യുവതാരങ്ങളുടെയും സഞ്ജു പോലുള്ള ഇതിഹാസ തുല്യരായ പ്രതിഭകളുടെയും കൈകളിൽ തികച്ചും ഭദ്രമാണെന്ന് ഇന്നത്തെ മത്സരം അടിവരയിട്ട് ഉറപ്പിക്കുന്നു. എന്തായാലും ഇന്നത്തെ ഫൈനലിലെ സഞ്ജുവിന്റെയും കൂട്ടരുടെയും ഈ ഐതിഹാസിക പ്രകടനത്തെക്കുറിച്ചും സൂര്യകുമാറിന്റെ ഈ വെളിപ്പെടുത്തലിനെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.